ജ്ഞാനത്താൽ നീതിമൽക്കരിക്കപ്പെടുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാമാതാവ് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. യേശുനാഥൻ താനായിരിക്കുന്ന തലമുറയെ നോക്കിക്കൊണ്ട് അത് ലഭിച്ചതൊന്നും കൂട്ടാക്കാതെ, ലഭിച്ചതിലൊന്നും സംതൃപ്തിയടയാതെ, ലഭിക്കുന്നതൊന്നും തിരിച്ചറിയാതെ മറ്റെന്തോ കണ്ടും കേട്ടുമിരിക്കുന്ന കുട്ടികളെ പോലെയാണ് എന്ന് കർത്താവ് അവരോട് പറയുന്നതാണ് സുവിശേഷം. ഒന്നാമതായി മാറ്റപ്പെടുവാൻ വേണ്ടി ഉണ്ടാകേണ്ട തുറവിയാണ്. യേശുവിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ അനുവദിക്കുന്ന വചന സത്യങ്ങളാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ നാം ആഗ്രഹിക്കുക എന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രയത്നത്തിൻ്റെ തലമാണ്. മാറുവാൻ തയ്യാറാകുക എന്നത് മാനസാന്തരത്തിൻ്റെ പരിപൂർണതയാണ്. മാറ്റത്തിൽ എപ്പോഴുമുള്ള 2 സത്യങ്ങൾ നഷ്ടവും മരണതുല്യമായ അനുഭവവുമാണ്. പക്ഷേ അത് വീണ്ടെടുപ്പിൻ്റെ വലിയ സത്യത്തിൽ ഉള്ള 2 വഴികളുമാണ്. അതുകൊണ്ട് മാറുവാൻ മനസ്സാകുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ സത്യം. ഞാൻ എന്നെ, എൻ്റെ സുഖത്തെ, എൻ്റെ പ്രത്യയശാസ്ത്രത്തെ ഒക്കെ നഷ്ടപ്പെടുത്തുവാനും എൻ്റെ സന്തോഷത്തെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ ആഗ്രഹങ്ങളെയും മരണതുല്യമായി കണക്കാക്കിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി പുനർജനിക്കുവാനും ഞാൻ കാണിക്കുന്ന മനസ്സിൻ്റെ പേരാണ് മാറ്റം. 2 പരിവർത്തനമാണ്. മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തുകയോ അവരെ അപലപിക്കുകയോ ചെയ്യാതെ നമ്മിൽ തന്നെ നോക്കാനും ആത്മീയ പരിവർത്തനത്തിനുള്ള വഴി കണ്ടെത്താനും യേശു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പരിവർത്തനമെന്നത് ഒരുവനിലും ഒരുവളിലും വ്യക്തിപരമായി ദൈവവുമായുള്ള ബന്ധത്തിൽ സംഭവിക്കേണ്ട സത്യമാണ്. 3 അഭിമാനവും വിമർശനവുമാണ്. ദൈവത്തിൻ്റെ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്നവർ സ്വന്തം അഹങ്കാരത്താൽ അന്ധരായേക്കാം. ദൈവം നൽകിയ നന്മകളുടെ മേൽ നമ്മൾ അഹങ്കാരികളാണെങ്കിൽ, നമ്മൾ നമ്മിൽ തന്നെ അഭിമാനിക്കുന്നവരാണെങ്കിൽ അത് ദൈവജ്ഞാനത്തെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. എന്നാൽ വിമർശനം, സ്വയം വിമർശനം നമ്മെ യഥാർത്ഥമായ തിരിച്ചറിവിലേക്ക്, നീതിയിലേക്ക് കൊണ്ടുവരും. നീതിനിഷ്ഠമായി ജീവിക്കുന്ന മനുഷ്യരെ അഹങ്കാരികളും ഒന്നും അറിയാത്തവരും എന്ന് ലോകം വിമർശിക്കുന്നത് എല്ലാ കാലത്തും സാധാരണമായ ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് വിമർശനങ്ങളിൽ അടിപതറാതെ മനസ്സാക്ഷിയിൽ, ആത്മാവിൽ, സത്യത്തിൽ, ജീവനിൽ, വിശ്വാസത്തിൽ ദൈവവുമായി ചേർന്ന് മുന്നേറുവാൻ നമുക്ക് ആകണം. 4-ാം തലം സ്വയം നിഷേധമാണ്. തന്നെ പരിത്യജിക്കുക എന്ന ആത്മീയത. സ്നാപക യോഹന്നാൻ്റെ സ്വയം നിഷേധിക്കുന്ന ജീവിതശൈലി മതനേതാക്കളും സാധാരണക്കാരും ഒരുപക്ഷെ ഒഴിവാക്കിയേക്കാം. നമ്മെ നാം നിഷേധിക്കുമ്പോൾ മാത്രമേ നമ്മിൽ ക്രിസ്തു സ്വീകാര്യതയുടെ സത്യമായി വളരുകയുള്ളൂ. സ്നാപക യോഹന്നാനെയും ക്രിസ്തുവിനെയും അവർ നിഷേധിക്കുകയും അവരുടെ വിലകെട്ട നിയമങ്ങൾ വലുതായി കാണുകയും ചെയ്തു. എനിക്ക് വേണ്ടി വരുന്ന ദൈവസാന്നിധ്യങ്ങളെ നീ സ്വീകാര്യതയോടുകൂടി സ്വന്തമാക്കേണ്ടതുണ്ട്, ദൈവ സ്വീകാര്യതയ്ക്കായി. ഏറ്റവും ഒടുവിലായി ഒഴിവ് കഴിവുകളെ മാറ്റി നിർത്തുക. യഹൂദന്മാർ ദൈവത്തിൻ്റെ സന്ദേശവാഹകരുടെ അസുഖകരമായ വശങ്ങൾ അവരുടെ സന്ദേശം അവഗണിക്കാൻ ഒഴിവ് കഴിവുകളായി ഉപയോഗിച്ചിരുന്നു. മനുഷ്യൻ്റെ കുറവുകളിലേക്ക് നോക്കി ദൈവീക നന്മകളെ നാം തടസ്സപ്പെടുത്താതെ, ബന്ധിച്ചു നിർത്താതെ, മനുഷ്യനെ നോക്കാതെ ദൈവത്തെ നോക്കി മനുഷ്യനെ സ്നേഹിക്കുവാൻ, മനുഷ്യനിലൂടെ ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന നന്മകളെ സ്വീകരിക്കുവാൻ നമുക്കാകണം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹം നൽകും അഭയ